ഇപ്പോൾ വായിച്ച നാം കേട്ട വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. അതോട് ചേർന്ന് ഒരു വേദഭാഗം കൂടെ നമ്മുടെ ശ്രദ്ധയ്ക്ക് വിഷയീഭവിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 28 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ലൂക്ക്, chapter 17, verses 28 to 33. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സൊദോം വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധകവും പെയ്തു എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെ ആകും. അന്ന് വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിനകത്തുള്ള സാധനം എടുപ്പാൻ ഇറങ്ങിപ്പോകരുത്. ഔവണ്ണം വയലിൽ ഇരിക്കുന്നവനും പിന്നോക്കം തിരിയരുത്. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. യേശുവിൻ്റെ മുന്നറിയിപ്പിൻ്റെ വാക്കുകളാണ് നാം ഈ വേദഭാഗത്ത് കേൾക്കുന്നത്. മുന്നറിയിപ്പ് എന്ന വാക്ക് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ ബാല്യകാലമാണ് ഓർമ്മ വരുന്നത്. എൻ്റെ മാതാപിതാക്കൾ മധ്യപ്രദേശിൽ ജോലിയുമായി താമസിച്ചത് മൂലം എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസ കാലഘട്ടം ഞാൻ എൻ്റെ വലിയപ്പച്ചൻ്റെയും വലിയമ്മച്ചിയുടെയും കൂടെ പുന്നക്കാട്ട് നിന്നാണ് വളർന്നത്. അപ്പോൾ എൻ്റെ അമ്മച്ചിയോടൊപ്പം ഞാൻ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചിരുന്നു. അമ്മച്ചിയോടൊപ്പം ഞാൻ പ്രധാനമായി ചെയ്തിരുന്ന ഒരു കാര്യം മുട്ട വിരിയിക്കുന്നതാണ്. ഒരു പ്രത്യേക സമയമാകുമ്പോൾ അമ്മച്ചി ഒരു 21 കോഴിമുട്ട എടുത്തുകൊണ്ട് വരും. എന്നിട്ട് അമ്മച്ചി ഒരു കരിക്കട്ട കൊണ്ട് അത് കൂതാശ ചെയ്യും, കുരിശു വരയ്ക്കും. അപ്പോൾ ഞാൻ ഭാവിയിൽ അച്ഛനാകാൻ അമ്മച്ചി അന്നേ ആഗ്രഹിച്ചോ എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അമ്മച്ചി എൻ്റെ കയ്യിലും തരും, ഞാനും ഓരോ മുട്ടയെടുത്ത് ഇങ്ങനെ കുരിശു വരയ്ക്കും. അങ്ങനെ കൂതാശ ചെയ്ത മുട്ടകൾ കോഴിയുടെ കീഴിൽ വയ്ക്കും. പിന്നെ 21 ദിവസത്തെ കാത്തിരിപ്പാണ്. കാത്തിരിപ്പ് കഴിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളെ വെളിയിലേക്ക് ഇറക്കി വിടുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം ഒക്കെ വളരെ ആകാംക്ഷയോടെയാണ് നമ്മൾ കാണുന്നത്. ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് ഈ കോഴിക്കുഞ്ഞുങ്ങളുമായി കോഴി വെളിയിലേക്ക് ഇറങ്ങി പെട്ടെന്ന് ഒരു വലിയ ശബ്ദം പുറപ്പെടുവിക്കും. അപ്പോൾ ഇതിനു മുമ്പ് ഇതുപോലെ ചെറിയ ശബ്ദം വെളിയിൽ പുറപ്പെടുവിച്ചിട്ടുള്ളപ്പോൾ ഞാൻ അമ്മച്ചിയോട് ചോദിക്കും, ഈ കോഴി എന്താ പതിവില്ലാതെ ശബ്ദം പുറപ്പെടുവിക്കുന്നത്? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഇത് മുട്ടയിട്ടുള്ള കൂവലാണ്. എന്നാൽ അതിനേക്കാൾ ഡെസിബൽ വളരെ അധികത്തിലാണ് ഇപ്പോഴുള്ള കൂവൽ. അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ അടുത്ത് ചോദിച്ചു, ഇപ്പോൾ ഈ കോഴി മുട്ടയിട്ടിട്ടാണോ ഇങ്ങനെ കൂവുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഇപ്പോൾ അത് കൂകിയത് പരുന്തിനെ കണ്ടിട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ പരുന്തിനെ കണ്ടുമ്പോൾ കൂകുന്നത്? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, അങ്ങോട്ട് നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പരുന്തിനെ കണ്ടു, കൂകി. ഈ കുഞ്ഞുങ്ങളെല്ലാം എന്തു ചെയ്തു? കൊച്ചു കോഴി കുഞ്ഞുങ്ങളെല്ലാം എന്തോ ചെയ്തു? SMS അയച്ചോ, അതോ ക്യാമറ എടുത്ത് ഫോട്ടോ എടുത്തോ? അതെല്ലാം പറന്ന് ഇതിൻ്റെ കീഴിലേക്ക് വന്നു. നമ്മളെല്ലാം കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, ഈ എല്ലാ കുഞ്ഞുങ്ങളും ഈ തള്ളക്കോഴിയും കാണാവുന്ന ഉയരത്തിലാണ് പരുന്ത്, പിന്നെന്തിനാണ് ഈ തള്ളക്കോഴി തന്നെ കൂകുന്നത്? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, മുന്നമേ കാണുന്നതാണ് കാഴ്ച, മുന്നമേ കാണുന്നതിലാണ് മുന്നറിയിപ്പ്. കാഴ്ച മുന്നമേ കാണുന്ന കാഴ്ചയാകുമ്പോഴാണ് അത് മഹത്തരമായ കാഴ്ചയാകുന്നത്, ജീവൻ രക്ഷിക്കുന്ന കാഴ്ചയായി മാറുന്നത്. യേശു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ലോത്തിൻ്റെ സംഭവം മുന്നമേ ഉള്ള കാഴ്ചയിൽ നിന്ന് മുന്നറിവായി, ജീവൻ നൽകുന്ന അറിയിപ്പായി, ദിവ്യവിശേഷമായി നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെ കാഴ്ച
ജീവിതത്തെ നയിക്കുന്നതിലും ജീവിതത്തെ രക്ഷിക്കുന്നതിലും സവിശേഷമായി പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന് ഞാൻ പറയാതെ നമുക്കെല്ലാവർക്കും അറിയാം. കണ്ണുണ്ടായാൽ പോരാ, കാണണം എന്നൊരു കഥ നമ്മൾ പ്രൈമറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം. കണ്ണുണ്ടായാൽ പോരാ, കാണണം. ആ കഥയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. കാഴ്ച എന്ന പേരിൽ തന്നെ ഒരു ചലച്ചിത്രം നമ്മുടെ സഭാംഗമായ ബ്ലസ്സി ചിത്രീകരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മനോഹരമായ ഒരു കഥയാണ്. ഒരു ഭൂകമ്പത്തിൽ അനാഥനായി പോയ ഒരു പൈതലിനെ എങ്ങനെയാണ് കാണുന്നത് എന്ന ഒരു കഥ. കണ്ണുണ്ടായാൽ പോരാ, കാണണം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. കാഴ്ച ഒരു സ്വാഭാവിക ശേഷിയല്ല, അത് ഒരു സംസ്കൃതിയാണ്. കാരണം കാഴ്ച പ്രകൃതിദത്തമല്ല, കാഴ്ച ഒരു ശിക്ഷണമാണ്. കണ്ണുകൾ പ്രകൃതിയ ഉള്ളതാവാമെങ്കിലും കാഴ്ച ഉരുവാക്കപ്പെടുന്നതാണ്. ഞാൻ ഈ മാർത്തോമ സെമിനാരിയിൽ 38 വർഷം മുമ്പ് പഠിക്കുമ്പോൾ വായിച്ച റോബർട്ട് മക്കാഫി ബ്രൗണിൻ്റെ പുസ്തകത്തിലെ ആമുഖ പേജിൽ അദ്ദേഹം കുറിച്ചിട്ടുള്ള വാചകം, നാം എന്ത് കാണുന്നു എന്നത് എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കപ്പെടുന്നത് എന്നാണ്. അതുമാത്രവുമല്ല, ഏത് കണ്ണടയിലൂടെയാണ് നാം കാണാൻ ശ്രമിക്കുന്നത് എന്നതാണ് നമ്മുടെ കാഴ്ചയെ രൂപപ്പെടുത്തുന്നത്. അതുമാത്രവുമല്ല, നാം എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് നമ്മുടെ കാഴ്ചയെ രൂപപ്പെടുത്തുന്നത്. വഴിയിലൊരു ബസ് അപകടം ഉണ്ടായാൽ ആ വാഹനത്തിൽ കുടുങ്ങി എന്ന് വിചാരിക്കുന്നവരുടെ ബന്ധുക്കൾ ഓടി വന്നാൽ കാണുന്നത്, നോക്കുന്നത്, കാണാൻ തത്രപ്പെടുന്നത് തങ്ങളുടെ ബന്ധുക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നാണ്. ആ സാഹചര്യത്തിൽ മോഷണ താല്പര്യമുള്ളവർ വന്നാൽ അവിടെ വിലപിടിപ്പുള്ളത് എന്തെങ്കിലും കിടപ്പുണ്ടോ എന്നതുള്ളതാണ് നോക്കുവാൻ താല്പര്യപ്പെടുന്നത്. അവിടെ എത്തുന്ന പോലീസുകാരൻ അവിടെ ഉണ്ടായിട്ടുള്ള നിയമലംഘനം എന്താണ് എന്നാണ് നോക്കുവാൻ താല്പര്യപ്പെടുന്നത്. അവിടെ എത്തുന്ന ട്രാഫിക് പോലീസുകാരൻ എത്രയും വേഗം മറ്റു വാഹനങ്ങളെ വഴിതിരിച്ചു വിട്ട് യാത്ര സുഗമമാക്കുന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത്. അങ്ങനെ കാഴ്ച കണ്ണിൽ വന്ന് പെടുന്നതല്ല, കണ്ടെത്തുന്നതാണ്, ബോധപൂർവം നോക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വേറൊരു പഴമൊഴിയുള്ളത്, നോക്കിയാലല്ലേ കാണൂ എന്ന നോട്ടം. അതായത് നോട്ടമാണ് കാഴ്ച സമ്മാനിക്കുന്നത്. എന്നാൽ കാഴ്ച സമ്മാനിക്കുന്ന നോട്ടങ്ങളെല്ലാം നേട്ടമുണ്ടാക്കുന്ന നോട്ടങ്ങളല്ല. അതുകൊണ്ടാണ് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ഒരു പഴമൊഴി ഉണ്ടായിട്ടുള്ളത്. കാഴ്ചയിൽ ഉണ്ടാകേണ്ട അറിവും തിരിച്ചറിവും കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യതയും അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോട്ടം ഒരു ന്യൂട്രൽ അല്ല. നോട്ടം ന്യൂട്രൽ അല്ലാത്തതുകൊണ്ടാണ് ഒളിനോട്ടം, കള്ളനോട്ടം, ഏറെ നോട്ടം, കാക്കനോട്ടം എന്നിങ്ങനെ കാഴ്ചയുടെ നോട്ടങ്ങളുടെ വികലീകരണങ്ങളെക്കുറിച്ച് നാം പഴമൊഴികളിലൂടെ മറ്റ് ഭാഷണങ്ങളിലൂടെ കേൾക്കുന്നത്. നോട്ടം കണ്ടാൽ അറിയാം, നോക്കി പേടിപ്പിക്കരുത്. കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടിലാണ്. ആര് കാണാനാണ്, ആരെ കാണിക്കാനാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുടെ പിന്നിലും നോട്ടം സ്വീകാര്യമുള്ള നോട്ടങ്ങളുണ്ടെന്നും സ്വീകാര്യമല്ലാത്ത നോട്ടങ്ങളുണ്ടെന്നുമുള്ളതിൻ്റെ വെളിപ്പെടുത്തലാണ്. ഉൾക്കാഴ്ചയുണ്ട്, നേർക്കാഴ്ചയുണ്ട് എന്നൊക്കെ നാം പറയുമ്പോൾ അതിൽ സ്വീകാര്യമായ നോട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്നാൽ വേദപുസ്തകം നമ്മോട് പറയുന്നത് കാഴ്ച അനുഗ്രഹവും ശാപവും കൊണ്ടുവരുവാൻ സാധ്യതയുള്ളതാണ് എന്നാണ്. വേദപുസ്തക ചരിത്രം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ആരംഭിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ നോട്ടവും കാഴ്ചയും പറഞ്ഞുകൊണ്ടാണ്. ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയെ നോക്കി നല്ലത് എന്ന് കണ്ടു. ആ നോട്ടം നല്ലത് കാണാനുള്ള നോട്ടമാണ്. ദൈവത്തിൻ്റെ നോട്ടം നന്മ കാണാനും നന്മ ആഘോഷിക്കാനും അനുഗ്രഹം പകരാനുമാണ്. നല്ലതെന്ന് മൊഴിയാനുള്ള കാഴ്ചയാണ് വിസ്മയദൃഷ്ടി. എന്നാൽ മനുഷ്യൻ നോക്കി നല്ലത് എന്ന് കണ്ടു, അതിനെ തിന്നു. പക്ഷേ അനുഗ്രഹമല്ല, ശാപമാണ് ഉണ്ടാകുന്നത്. അവിടെ കാഴ്ചയിൽ നോട്ടക്കുറവാണ് സംഭവിക്കുന്നത്. വേണ്ടതുപോലെ പ്രതീക്ഷിച്ചതുപോലെ ഉചിതമാകും വിധം നോക്കാനുള്ള ശിക്ഷണം കാട്ടിയില്ല
എന്ന സാരം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നോട്ടം പഠിച്ചെടുക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെയുള്ള കാഴ്ചയിലേക്കാണ് വേദപുസ്തകം നമ്മെ ക്ഷണിക്കുന്നത്. അതാണ് അനുഗ്രഹകരമായി തീരുന്ന കാഴ്ച. അല്ലാത്ത കാഴ്ചകൾ കാഴ്ചയിൽ സുന്ദരം എന്ന് തോന്നിയാലും അത് രക്ഷാകരമായി മാറുന്നില്ല എന്ന് വേദപുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ തന്നെ നാം വായിക്കുന്നുണ്ട്. ഇപ്പോൾ നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗത്തിൻ്റെ തൊട്ടു മുൻപിൽ യേശു പറയുകയാണ്, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ സംഭവിക്കും, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ സംഭവിക്കും എന്നൊക്കെ. അവിടെ മനുഷ്യൻ്റെ പുത്രിമാർ, ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരെ കണ്ടു, സുന്ദരികൾ എന്ന് കണ്ടു. കണ്ടത് സുന്ദരമാണ്, പക്ഷേ തന്മൂലം ഉണ്ടായത് ഗുണവാന്മാർ അല്ല, ഗുണ്ടകളാണ്. അതുകൊണ്ട് നമ്മുടെ നോട്ടങ്ങൾ എങ്ങനെയുള്ളതായി തീരണമെന്ന് ബോധപൂർവമായൊരു തീരുമാനമുണ്ടാവണം. നമ്മുടെ നോട്ടങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ നോട്ടം ജീവൻ നൽകുന്നതാണോ നശിപ്പിക്കുന്നതാണോ എന്ന് നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരിക്കണം. കാരണം എല്ലാം കാണുന്ന ഒരാളുണ്ട്. ദൈവം എല്ലാം കാണുന്നു എന്ന് പറയുന്നതാണ് വിശ്വാസിയുടെ ആശ്വാസവും രക്ഷയും. ദൈവം എങ്ങനെ കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നോട്ടം ക്രമീകരിക്കുമ്പോഴാണ് നമ്മുടെ കാഴ്ചകൾ ദൈവികവും അനുഗ്രഹകരവുമാകുന്നത്. അപ്പോൾ ആര് കാണിക്കുന്നത് കാണുന്നതാണ് എന്നതാണ് വളരെ പ്രധാനം. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുമ്പോൾ അത് അനുഗ്രഹകരവും രക്ഷാകരവും. പ്രലോഭകൻ്റെ ചൂണ്ടുവിരലിലൂടെ നോക്കുമ്പോൾ അത് മരണകാരണവും ശാപവുമായി മാറുന്നു. ഈ പുതുവത്സരത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ നമ്മുടെ നോട്ടങ്ങളെ നാം എങ്ങനെയാണ് കാണേണ്ടത്? നമ്മുടെ നോട്ടങ്ങളെ നാം എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്? നമ്മുടെ നോട്ടം എന്തായിരിക്കണം എന്നീ ചോദ്യങ്ങൾ നമുക്ക് വളരെ പരിചിതമായ ഈ വേദഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ധ്യാനിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 4 നോട്ടങ്ങളെക്കുറിച്ച് വളരെ ഹ്രസ്വമായി ചിന്തിച്ച് അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത് ലോത്തിൻ്റെ നോട്ടമാണ്. രണ്ടാമത്തേത് മിസസ് ലോത്തിൻ്റെ നോട്ടമാണ്. മൂന്നാമത്തേത് ജൂനിയർ ലോത്സിൻ്റെ നോട്ടമാണ്. നാലാമത്തേത് നമ്മുടെ നോട്ടമാണ്. ഒന്നാമത് ലോത്തിൻ്റെ നോട്ടം. ലോത്തിൻ്റെ നോട്ടം നേട്ടത്തിലേക്കാണ്. ഈ ലോത്തിനെ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം, ലോത്തിൻ്റെ കഥ നീതിമാൻ്റെ നോട്ടക്കുറവുകളെക്കുറിച്ചാണ്. നീതിമാൻ്റെ നോട്ടക്കുറവുകളെക്കുറിച്ചാണ്, അഥവാ വഴി തെറ്റിച്ച നോട്ടങ്ങളെക്കുറിച്ചാണ്. ലോത്ത് ദുഷ്ടനല്ല, ലോത്ത് നീതിമാനാണ്. വേദപുസ്തകം പിന്നീട് ഓർത്തെടുത്ത് പറയുമ്പോൾ ലോത്തിനെ നീതിമാനായി കുറിക്കുന്നുണ്ട്. അപ്പോൾ നീതിമാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, എന്നാൽ ഇദ്ദേഹം ഒരു സങ്കീർണ കഥാപാത്രമാണ്. പഴയ നിയമ വായനയിൽ ഒരു ദുരന്ത ഛായയുള്ള മനുഷ്യൻ. യേശുദാനും ലോത്തിനെ അവതരിപ്പിക്കുന്നത് ഒരു മുന്നറിയിപ്പായിട്ടാണ് എന്ന് നമ്മൾ കണ്ടു. നീതിമാൻ എന്ന് പരാമർശിക്കപ്പെട്ട വിശ്വാസയാത്ര ആരംഭിച്ച ലോത്ത് വിശ്വാസപിതാവോ വിശ്വാസത്തിൻ്റെ അടയാളമോ ആയി മാറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ പിശകുകൾ ഉണ്ടായി. ലോത്തിനെ പ്രധാനമായി നമുക്ക് 3 തലത്തിൽ കാണാം. ലോത്ത് വിളിക്കപ്പെട്ടവനാണ്, വീണ്ടെടുക്കപ്പെട്ടവനാണ്, വീണുപോയവനാണ്. ലോത്ത് വിളിക്കപ്പെട്ടവനാണ്. അനാഥനായി പോകേണ്ട ഒരു ബാലൻ പിതാമഹൻ്റെ കാരുണ്യം കൊണ്ട് സനാഥനായി. പിതൃ സഹോദരനായ അബ്രഹാമിൻ്റെ രക്ഷാകർത്തൃത്വം കൊണ്ട് ധന്യനായി. അദ്ദേഹത്തിൻ്റെ രക്ഷാകർത്തൃത്വം അബ്രഹാം ഏറ്റെടുത്തു. ഒരുപക്ഷെ സാറായി ഒരു മകനെ പോലെ ലോത്തിനെ കരുതി കാണും. കരുതലും കാരുണ്യവും ലഭിച്ച ബാല്യവും കൗമാരവും യൗവനവും അദ്ദേഹത്തിനുണ്ടായി. കുഴഞ്ഞു പോകാവുന്ന അവസ്ഥയിൽ നിന്ന് സനാഥനായി അനുഗ്രഹയാത്രയിൽ, വിശ്വാസയാത്രയിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ടയാളാണ്. ഹീ ഈസ് എ മെമ്പർ ഓഫ് ദ കോൾഡ് കമ്മ്യൂണിറ്റി. വിളിക്കപ്പെട്ടവരുടെ സംഘാംഗമാണ് അദ്ദേഹം.
വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കപ്പെട്ട അബ്രഹാമിനോട് സന്തത സഹചാരിയായി യാത്ര ആരംഭിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്നു. അബ്രഹാം കാണാത്ത ദേശത്തേക്ക് പുറപ്പെട്ടപ്പോൾ കൂടെ കൂടിയ ലോത്ത് കണ്ണടച്ച് പുറപ്പെട്ടതല്ല, ബോധപൂർവം തീരുമാനിച്ച് പുറപ്പെട്ടതാണ്. സ്വന്തം ബോധ്യങ്ങളുടെയും തീരുമാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കൂടെ ആവണം അദ്ദേഹം യാത്ര പുറപ്പെട്ടത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഈ വിളിക്കപ്പെട്ട സംഘത്തിൽ പങ്കുചേരാൻ ഒരുക്കപ്പെട്ടവനാണ്, അതിൽ തീരുമാനമെടുത്തവനാണ് ലോത്ത്. ഹീ ഈസ് എ കോൾഡ് പേഴ്സൺ ഓഫ് ദ കോൾഡ് കമ്മ്യൂണിറ്റി. 2, അദ്ദേഹം വീണ്ടെടുക്കപ്പെട്ടവനാണ്. ലോത്തിനെ നിരന്തരമായി ദൈവം വീണ്ടെടുക്കുകയാണ്. അവനെ അനാഥത്തിൽ നിന്ന് വീണ്ടെടുത്തു എന്നുള്ളത് നമ്മൾ കണ്ടു. ഈ വിശ്വാസ യാത്രയിൽ എത്ര പ്രാവശ്യമാണ് ലോത്തിനെ വീണ്ടും വീണ്ടും ദൈവം വീണ്ടെടുക്കുന്നത് എന്ന് കാണണമെങ്കിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായവും ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായവും വായിക്കണം. സൊദോമിൽ അദ്ദേഹം പാർപ്പ് ആരംഭിച്ച ഉടൻ തന്നെ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി. അബ്രഹാം ആളുകളുമായി വന്ന് അദ്ദേഹത്തെ വീണ്ടെടുത്തു. ആ യാത്രയിലാണ് വേദപുസ്തകത്തിൽ മൽക്കീസേദക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ ഒരു വശത്ത് വിശ്വാസപിതാവിൻ്റെ സംരക്ഷണവും വേറൊരു വശത്ത് മഹാപൗരോഹിത്യത്തിൻ്റെ സംസർഗവും കൊണ്ട് ധന്യനായി വീണ്ടെടുക്കപ്പെട്ട ഒരു മനുഷ്യൻ. വിശ്വാസ പാരമ്പര്യവും ദൈവാലയ സംസർഗവും പൗരോഹിത്യ സംസർഗവും ഒരുക്കി ദൈവം വീണ്ടെടുക്കുകയും വിളിക്കുകയും ചെയ്ത മനുഷ്യൻ. എ വെൽ ബിഗാൻ പേഴ്സൺ. വിളിക്കപ്പെട്ടവനാണ്, വീണ്ടെടുക്കപ്പെട്ടവനാണ്. നമ്മളും വിളിക്കപ്പെട്ടവരാണ്, ദയയും കൃപയും നിറയപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, വിളിക്കപ്പെട്ടോർ, നമ്മൾ വിളിക്കപ്പെട്ടവർ, ദയയും കൃപയും നിറയപ്പെട്ടോർ. We are called people, we are being showered by the merciful grace of God again and again and again. We are redeemed continuously. But where do we end up? It is one thing that we are called, it is another thing that we are redeemed, but the crucial question is, where are we going to end up? വിളിക്കപ്പെട്ടവൻ, വീണ്ടെടുക്കപ്പെട്ടവൻ വീണുപോയി. ലോത്ത് വീണുപോയി. എന്തുകൊണ്ട്? അവൻ്റെ നോട്ടത്തിൻ്റെ കോട്ടം കൊണ്ട്. എപ്പോഴൊക്കെ നോട്ടം കോട്ടമുള്ളതായി തീരുമോ അപ്പോഴൊക്കെ വിളിക്കപ്പെട്ടവരും വീണ്ടെടുക്കപ്പെട്ടവരും വീണുപോകും. 3 തലത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ നോട്ടം കോട്ടമുള്ളതായി തീരുന്നത്. ഫ്രാക്ചറിങ് ഫ്രറ്റേണിറ്റി, ഫോർഗെറ്റിംഗ് ദ പാസ്റ്റ്, ഫേവറിങ് ഫെർട്ടിലിറ്റി ആൻഡ് ഫോസ്റ്ററിങ് പൊസിഷൻസ്. 1, ഫ്രാക്ചറിങ് ഫ്രറ്റേണിറ്റി. സമ്പത്ത് സംഹരിച്ചു കളയുന്ന സാഹോദര്യങ്ങൾ. അതിൽ ലോത്തിനെ മാത്രം പഴിചാരണമെന്ന് എനിക്ക് വിചാരമില്ല. എന്നാൽ നാം ഇപ്പോൾ ലോത്തിനെയാണ് പരിശോധിക്കുന്നത്. ഹീ ഈസ് ഫ്രാക്ചറിങ് ഫ്രറ്റേണിറ്റി, ഫോർഗെറ്റിംഗ് ദ പാസ്റ്റ്. ലോത്തിന് അബ്രഹാം പിതൃസ്ഥാനീയനാണ്. അബ്രഹാമിന് മകനായി ആരുമില്ല, ലോത്തിന് പിതാവുമില്ല. അപ്പോൾ പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. സച്ച് എ ലവ്ലി കോംപ്ലിമെൻറ്റിംഗ് ആൻഡ് ലവിങ് റിലേഷൻഷിപ്പ് കോൾഡ് പീപ്പിൾ. അബ്രഹാം ലോത്തിനെ കൂടപ്പുറപ്പായി കരുതി, സഹോദരപുത്രൻ്റെ കരുതലും കാവലും നൽകി. അവരുടെ ബന്ധം രക്തബന്ധത്തിലുപരിയായ ബന്ധമായി തിളങ്ങി. They began together. They stayed together. The perils of the journey retained them together. The problems got them together. അവർ എല്ലായിടത്തും ഒരുമിച്ച് നിന്നു. എന്നാൽ even though poverty retained them, perils and problems retained them, prosperity could not retain them together. പട്ടിണിയും പരിവട്ടവും വറുതിയും കെടുതിയും ഒരുമിച്ച് നിർത്തിയ ആളുകൾക്ക് സമൃദ്ധി വന്നപ്പോൾ ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. When they had become richer and richer, they had become poorer and poorer in their relationships. And there came a point, they were so rich that they could not come together. വേദപുസ്തകം പറയുന്നു, അവർക്ക് ഒരുമിച്ച് പാർക്കാൻ കഴിയാതെ വണ്ണം
അവർ സമ്പന്നരായി മാറി. പട്ടിണിക്കാലത്ത് ഒട്ടി നിൽക്കാം, കാര്യം ഒട്ടിയ വയറുകളാണ്. സമൃദ്ധിയുടെ കാലത്ത് ഒട്ടി നിൽക്കാൻ പറ്റില്ല, കാര്യം വീർത്ത വയറുകളാണ്. They could not retain themselves together because they were so rich. Complimenting brothers had become competent brothers. Complimenting brothers had become competing brothers. Why? ഇന്നലെ ഉണ്ടായ പശുവിനും കാളയ്ക്കും മിനിഞ്ഞാന്ന് മുതൽ കൂടെ ഉണ്ടായിരുന്ന ബന്ധങ്ങളെക്കാൾ വില വന്നു. ഈ കാളയും പശുവും പോത്തുമൊക്കെ ഈ വഴിയിൽ കിട്ടിയതാണ്. ഒരുമിച്ച് യാത്ര തുടങ്ങിയ ഉടപ്പറന്നവർ വഴിയിൽ നിന്ന് കിട്ടിയ കാളയും പശുവും അതിനേക്കാൾ പ്രാധാന്യമായി മാറിയപ്പോൾ they forgot the day before yesterday because they were grabbed by the yesterday and today. They never said, let us leave the resources so that we can be brothers together. Rather, they said, let us leave the brotherhood because we can have the resources. അതിൽ ഏറ്റവും വലിയ കോമഡി ആൻഡ് ട്രാജഡി എന്താണെന്ന് ചോദിച്ചാൽ, വേദപുസ്തകത്തിൽ ആദ്യമായി അബ്രഹാം ലോത്തിനോട് പറയുകയാണ്, നമ്മൾ സഹോദരന്മാരല്ലോ. എപ്പോ? നമുക്ക് വേർപിരിയാമെന്ന് പറയുന്നിടത്താണ്. നമ്മൾ സഹോദരന്മാരല്ലോ എന്ന് പറഞ്ഞാൽ നാം പ്രതീക്ഷിക്കേണ്ട അടുത്ത വാചകം എന്താണ്? എന്തു വന്നാലും നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലോ എന്നാണ്. എന്നാൽ അബ്രഹാം പറയുന്നു, നാം സഹോദരന്മാരല്ലോ, അതുകൊണ്ട് നമുക്ക് പിരിയാം. കാരണം നമ്മുടെ സാഹോദര്യത്തെക്കാൾ വലുത് നമ്മുടെ സമ്പത്താണ്. When finance became stronger than blood relations, fraternity was fractured. ഉദാഹരണമാണോ? നമ്മുടെ ജീവിതങ്ങളിലേക്ക് നോക്കിയാൽ പോരെ. ഒരേ വായിൽ ഉറങ്ങിയവർ, ഒരേ പാത്രത്തിൽ ഭക്ഷിച്ചവർ, ഒരുമിച്ച് കിടന്നവർ എവിടെ എത്തി? രക്തത്തിന് കനം കുറഞ്ഞതുകൊണ്ടാണോ, അതോ സമ്പത്തിൽ കനം കൂടിയതുകൊണ്ടാണോ? ഈ നോട്ടം അത് കോട്ടമുള്ള നോട്ടമാണ്. When we forget the fostered past and when we allow the finance to fracture our fraternity, and when we allow prosperity to impoverish our relationships, we are doomed. നമ്മുടെയൊക്കെ ബന്ധങ്ങളെ നാം പുറകോട്ട് പരിശോധിക്കണം. ഇതിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഛായയുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പുതുവത്സരത്തിൽ നാം നമ്മുടെ നോട്ടങ്ങളിലെ കോട്ടങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരം കാണേണ്ടത് എന്ന് ആലോചിക്കണം. രണ്ടാമത്, ലോത്തിൻ്റെ നോട്ടം സമൃദ്ധിയിലേക്കാണ്. സമൃദ്ധി കൊണ്ടുവരുന്ന നോട്ടമാണ്. ഹി ഈസ് ഫേവറിങ് ഫെർട്ടിലിറ്റി. There is already a fracturing of fraternity. Now there is a favoring of more fertility. ഇവർ പട്ടിണിക്കാരല്ല, അവർ ധനികരായി വേർപിരിയാണ്. ധനികരായി വേർപിരിയുമ്പോഴാണ് ഓപ്ഷൻസ് വരുന്നത്. ഇതിൻ്റെ ഒരു തുടർച്ച നാളെ നമ്മൾ പറയും. ലോത്തിൻ്റെ നോട്ടം നേട്ടങ്ങളിലേക്കാണ്. അബ്രഹാം മുൻകൈ എടുക്കുന്നു. സഹോദരന്മാർ തമ്മിൽ സംഘർഷം ഒഴിവാക്കുന്നതിനുള്ള പ്രശ്നപരിഹാരം വേർപിരിയുന്നതാണ് എന്നൊരു പുതിയ ഫോർമുല കൊണ്ടുവരുന്നു. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ പറഞ്ഞു, നീ പോകുന്നിടത്തെല്ലാം അനുഗ്രഹമാകുമെന്നാണ്. പക്ഷേ വഴിയാത്രയിൽ എത്ര പേർക്ക് അനുഗ്രഹമായി എന്ന് അബ്രഹാമിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു പരിശോധന നടത്തിയാൽ നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. സഹോദരങ്ങളുടെ സംസർഗം നഷ്ടപ്പെടുത്തിയ സമ്പത്ത്. അബ്രഹാം മൂപ്പനാണ്, പിതൃസ്ഥാനീയനാണ്. തനിക്ക് ആദ്യത്തെ ചോയ്സ് എടുക്കാം. എന്നാൽ അബ്രഹാം ലോത്തിനോട് പറയുന്നു, നീ നോക്കുക, നീ തിരഞ്ഞെടുക്കുക. ലോത്ത് നോക്കി. എന്ത് നോക്കി? ലോത്ത് നോക്കിയത് നീരോട്ടത്തിലേക്കാണ്, തോട്ടത്തിലേക്കാണ്, നീരോട്ടത്തിലേക്കാണ്, ഏദൻ തോട്ടത്തിലേക്കാണ്.
അവിടെ പറയുന്ന വേദഭാഗം നമ്മളോട് പറയുന്നു, അത് അന്ന് ആ യോർദാൻ ദേശം ഏദൻ തോട്ടം പോലെ ഇരുന്നു. ഏദൻ തോട്ടത്തിലേക്ക് അദ്ദേഹം നോക്കി, കണ്ണായ സ്ഥലം കണ്ടു. അതിലെന്താണ് കുഴപ്പം? ഒരു അവസരം നൽകിയിട്ട്, ഓപ്ഷൻ നൽകിയിട്ട് ആ ഓപ്ഷൻ സ്വീകരിക്കുന്നതിൽ എന്താണ് കുഴപ്പം? കാരണം ലോത്ത് ഒരിക്കലും ഫസ്റ്റ് പ്രിഫറൻസ് ചോദിച്ചില്ല, ഞാൻ ആദ്യം ഓപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞില്ല. അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, ഈ ദേശം നിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, നിനക്ക് ഫസ്റ്റ് ചോയ്സ്. അങ്ങനെ ഫസ്റ്റ് ചോയ്സ് കൊടുക്കുമ്പോൾ ആ ചോയ്സ് എക്സർസൈസ് ചെയ്യുന്നത് ബുദ്ധിയല്ലേ? അതിലെന്താണ് കുഴപ്പം? അപ്പോൾ മെച്ചമായത് തിരഞ്ഞെടുക്കുന്നതല്ലേ യുക്തി? ഒരു വശം മരുഭൂമി, മറുവശം ഏദൻ തോട്ടം. മരുഭൂമി തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ അയാളൊരു പൊട്ടനാണെന്ന് പറയില്ലേ? അവസരം കൊടുത്തിട്ടും മെച്ചമായത് തിരഞ്ഞെടുക്കാത്തത് പൊട്ടത്തരമാണ് എന്ന് നമ്മൾ പറയല്ലേ? പിന്നെ എവിടെയാണ് ലോത്തിൻ്റെ നോട്ടത്തിൽ കോട്ടമുള്ളത്? ലോത്തിൻ്റെ നോട്ടത്തിൽ കോട്ടം വരുന്നത് അവൻ മുമ്പിലുള്ള വസ്തുവിനെയാണ് നോക്കിയത്, മുമ്പിൽ നിൽക്കുന്ന അബ്രഹാമിനെ അല്ല. മുമ്പിൽ നിൽക്കുന്ന വസ്തു നോക്കിയപ്പോൾ അതിൽ നീരോട്ടമുള്ളത് കണ്ടു, നീരോട്ടമില്ലാത്തത് കണ്ടു. എന്നാൽ ഈ മനുഷ്യൻ മുമ്പിൽ നിൽക്കുന്ന അബ്രഹാമിനെ നോക്കിയിരുന്നെങ്കിലോ? തൻ്റെ പിതൃസ്ഥാനീയൻ, രക്ഷകർത്താവ്, അനാഥനായി പോകാവുന്ന തന്നെ സംരക്ഷിച്ച് കൂടെ കൂട്ടി വിശ്വാസയാത്രയിൽ ചേർത്ത് പിടിച്ച് ഇത്രത്തോളം കൊണ്ടുവന്നയാൾ, പ്രായമേറിയാൾ, മക്കളില്ലാത്തയാൾ, വാർദ്ധക്യകാലത്ത് തന്നേക്കാൾ കൂടുതൽ അധ്വാനിക്കാനുള്ള ശേഷി കുറഞ്ഞയാൾ, കണ്ണിന് കാഴ്ച കുറയാൻ സാധ്യതയുള്ളയാൾ, ഞാനാണെങ്കിൽ കുറേ കൂടെ ചെറുപ്പം, കൂടുതൽ അധ്വാനിക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷേ നോട്ടം അബ്രഹാമിൻ്റെ മുഖത്തല്ല, വസ്തുവിൻ്റെ സമൃദ്ധിയിലേക്കാണ്. അപ്പോൾ അവസരം ലഭിക്കുമ്പോൾ നാം നടത്തുന്ന തെരഞ്ഞെടുപ്പുകളാണ് നമ്മൾ ആരാണ്, നമ്മുടെ നോട്ടം എങ്ങനെയുള്ളതാണ് എന്ന് വെളിപ്പെടുത്തുന്നത്. It is when given an option we will reveal what our perception is, how our positioning is, what our preferences are, what kind of people we are. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, അവസരം ലഭിക്കുമ്പോൾ ആഗ്രഹങ്ങൾക്ക് അതിർത്തി വരയ്ക്കുന്നതാണ് അനുഗ്രഹം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, അവസരം ലഭിക്കുമ്പോൾ ആഗ്രഹങ്ങൾക്ക് അതിർത്തി വരയ്ക്കുന്നതാണ് അനുഗ്രഹം. അവസരം ലഭിക്കുമ്പോൾ ആഗ്രഹങ്ങൾക്ക് അറുതിയില്ലാതെ പോകുന്നതാണ് ആർത്തി. നമ്മുടെ നോട്ടങ്ങൾ ആർത്തിയുള്ളതാവണോ അനുഗ്രഹകരമാകണമോ എന്ന് നാം തീരുമാനിക്കണം. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി സൺഡേ സ്കൂളിൻ്റെ ഒരു ക്യാമ്പ് ചരൽക്കുന്നിൽ വെച്ച് നടത്തുന്നത്. അവിടെ പോയപ്പോൾ പ്രിയപ്പെട്ട ഡോക്ടർ കെ ജോർജ് അച്ഛൻ എന്ന് പറയുന്ന അച്ഛനാണ് ക്ലാസ് എടുത്തത്. അച്ഛൻ ക്ലാസ് എടുക്കുമ്പോൾ ആദ്യം പറഞ്ഞു, ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കൊച്ചുകുട്ടികളാണ്, നിങ്ങളോട് പറയുന്നത് വേദപുസ്തകത്തിലെ കാര്യമല്ല, വീട്ടുകാര്യമാണ്. ആൻഡ് ദെൻ ഹി യൂസ് ദ വേർഡ് എറ്റിക്കറ്റ്. അന്ന് വലിയ വാക്കാണ്, നമുക്കൊന്നും മനസ്സിലായില്ല, എന്നാലും അച്ഛൻ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു വന്നപ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം, അച്ഛൻ പറഞ്ഞു, കുഞ്ഞുങ്ങൾ ഇച്ചിരൂടൊക്കെ വലുതാകുമ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ പോകും. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഊണ് കടയാണെങ്കിൽ നിങ്ങൾ ഊണ് ചോദിക്കുമ്പോൾ അവർ വന്നിട്ട് പറയും സ്പെഷ്യൽ വല്ലതും വേണോ. അപ്പോൾ നിങ്ങൾ സ്പെഷ്യൽ വേണമെന്ന് പറഞ്ഞാൽ അവർ പറയും മത്തി ഫ്രൈ ഉണ്ട്, മത്തി വറുത്തതുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു മത്തി വറുത്തത് ഓർഡർ ചെയ്താൽ, കെ ജോർജൻ പറഞ്ഞു, ജീവനുള്ള കാലത്ത് ഒരു ഹോട്ടലുകാരനും ഒരേ സൈസുള്ള 2 മത്തി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവെക്കത്തില്ല. ഒരെണ്ണം അല്പം വലുതും ഒരെണ്ണം ചെറുതുമായിരിക്കും. 9 വയസ്സുള്ള ഒരു ബാലനായ ഞാൻ ഇന്ന് ഓർക്കുന്ന അച്ഛൻ പറഞ്ഞു, നിങ്ങളാണ് ആദ്യം എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ചെറിയ മീൻ എടുക്കണം. അത് ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് പിന്നെ ഞാൻ ആദ്യം എടുക്കത്തില്ല, കാര്യം മറ്റവൻ എടുക്കുമല്ലോ, അതും ഒരു ബുദ്ധിയില്ലേ. ബട്ട് വെൻ ഗിവൺ ആൻ ഓപ്ഷൻ, വാട്ട് വിൽ യു ചൂസ്? എൻ്റെ അമ്മ
മരിച്ചിട്ട് ഈ ആഴ്ചയാണ് 13 വർഷമായത്. ഈ 2 ദിവസം മുമ്പ് അമ്മ എന്നോടൊരിക്കൽ പറഞ്ഞു, ഞാനപ്പോൾ വീട്ടിൽ കപ്പലണ്ടി കൊടുക്കുകയാണ്. എൻ്റെ പെങ്ങൾക്കും എൻ്റെ കസിൻ സിസ്റ്റേഴ്സിനുമൊക്കെ കപ്പലണ്ടി വറുത്ത് മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് എൻ്റെ സ്വഭാവം അറിയാമല്ലോ. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നീ വിളമ്പുമ്പോൾ ഏറ്റവും കുറവായിരിക്കണം ഏറ്റവും ഒടുവിലുണ്ടാകേണ്ടത്. കാരണം ഏറ്റവും ഒടുവിൽ ആരാണ് എടുക്കുക? ഇത് വീതിക്കുന്ന ആളാണ്. വെൻ യു സർവ് you should get the least. പ്രിയമുള്ളവരെ, നമ്മുടെ തെരഞ്ഞെടുപ്പുകളുടെ പിന്നിലുള്ള നോട്ടം, വിതരണത്തിലെ നോട്ടം ഒക്കെ കാണണമെങ്കിൽ കല്യാണ സദ്യയ്ക്ക് ബുഫയ്ക്ക് ചെന്നിരുന്നാൽ മതി. ബുഫയിൽ അല്ലേ? അതൊന്നും ഞാൻ ഇനിയും പറയുന്നില്ല. എന്നാൽ സെമിനാരിയിൽ ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. 8 പേർക്ക്, ഈ പ്രിയപ്പെട്ട അച്ഛന്മാരുടെ ശിക്ഷണത്തിൽ ഞങ്ങൾ പഠിച്ചപ്പോൾ 8 പേർക്ക് വിളമ്പി വെക്കുന്ന ഒരു പാത്രം ആദ്യം വിളമ്പുന്നയാൾ 8 പേർക്കും വിളമ്പണം. ഈ മൂല്യങ്ങൾ നമ്മൾ എവിടെ പഠിപ്പിക്കും? വീട്ടിൽ പഠിപ്പിക്കുമോ എന്നൊരു ചോദ്യം മാത്രം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നു. ഉത്തരവിത്തേ ഉള്ളൂ. നല്ലതും അത്ര നല്ലതുമല്ലാത്തതാണ് ലോത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. അദ്ദേഹം നല്ലതെടുത്തു. പക്ഷേ ചോദ്യം, മെച്ചമായത് എനിക്ക് തന്നെ വേണം എന്ന ചിന്തയാണ്. മെച്ചമായത് എനിക്ക് തന്നെ വേണം എന്നിടത്ത് നോട്ടം കോട്ടമുള്ളതാകും. നല്ലതെല്ലാം നമുക്ക് ആവശ്യമില്ല. നമ്മൾ പലപ്പോഴും പറയും മോശം ഒന്നും തിരഞ്ഞെടുക്കരുത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നല്ലതെല്ലാം നമുക്ക് ആവശ്യമില്ല. നല്ലതെല്ലാം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അതാണ് ഏദൻ തോട്ടത്തിൻ്റെ പാഠം. നല്ലത്, ഏറ്റവും നല്ലത്, അത് നല്ലതല്ലാത്തത് കൊണ്ടല്ല അത് തിന്നത് പ്രശ്നമായത്, അത് നല്ലതായതുകൊണ്ടാണ്. പക്ഷെ നല്ലതെല്ലാം ഞാൻ തന്നെ തിന്നണം എന്ന് പറയുന്നിടത്താണ് അത് പാപമാകുന്നത്. അത് പ്രകൃതിയുടെ മേലുള്ള കടന്നുകയറ്റമായാലും വസ്തു പങ്കുവെക്കുന്നതായാലും സ്ഥാനമാനങ്ങൾ പങ്കുവെക്കുന്നതായാലും എന്ത് പങ്കുവെക്കുന്നതായാലും. ഇവിടെ ഏദൻ തോട്ടം പോലെ നോക്കിയിറങ്ങിയ ലോത്താണ്. എവിടെ ചെന്ന് ചേർന്നു? ഏദൻ തോട്ടം നോക്കി ഇറങ്ങിയ ലോത്ത് ഒടുങ്ങുന്നത് വെറും ഗുഹയിലാണ്. There is no Eden garden. There is no fertile land. There is only a cave. എത്ര നോക്കി ഇറങ്ങിയ ആളാണ്! എന്തൊരു വിരോധാഭാസമാണ്! നോക്കി വച്ചത് നീരോട്ടം, വെട്ടിപ്പിടിച്ചത് ഏദൻ തോട്ടം, ഒടുങ്ങിയത് ഗുഹയിൽ. കാരണം കൈ പിടിച്ചു കൊണ്ടുപോയവൻ്റെ കൈ വെട്ടിച്ചു പോയത് വെട്ടിപ്പിടിക്കാനാണ്. കൈ പിടിച്ചു കൊണ്ടുപോയവൻ്റെ കൈ തട്ടിമാറ്റിയത് വെട്ടിപ്പിടിക്കാനാണ്. വെട്ടിപ്പിടിച്ചതൊന്നും ഉതകിയില്ല. He fractured fraternity and he was enamored by the fertility but ended up in a cave. മൂന്നാമത്, he fostered positions forgetting faith. സമ്പത്ത് സംഹരിച്ച സാഹോദര്യങ്ങളും സമൃദ്ധി കൊണ്ടുവന്ന പ്രലോഭനങ്ങളും സുഷുപ്തിയിലായിപ്പോയ മൂല്യവിചാരങ്ങളും. സുഷുപ്തിയിലായിപ്പോയ മൂല്യവിചാരങ്ങൾ. ലോത്തിനെക്കുറിച്ച് പറയുന്ന വളരെ രസകരമായ ഒരു വാചകമുണ്ട്. അദ്ദേഹം 4 കൊച്ചു വാക്കുകളിൽ ഈ ജേർണി നമുക്ക്, ലോത്തിൻ്റെ ജേർണി നമുക്ക് പാരഫ്രൈസ് ചെയ്യാം, സംക്ഷേപിക്കാം. കണ്ടു, നീങ്ങി, തങ്ങി, വീങ്ങി. ഇദ്ദേഹം സോദോം കണ്ടു, അവിടേക്ക് നീങ്ങി നീങ്ങി നീങ്ങി, അവിടെ ചെന്ന് തങ്ങി, അവിടെ ഇരുന്ന് അങ്ങ് വീങ്ങി. അത് ഞാൻ വിശദീകരിക്കാം. He moved slowly to the new land, seeing the fertility of that land, fracturing the fraternity that he had, forgetting the altar. അന്ന് വരെ ഈ വിശ്വാസയാത്രയിൽ
എപ്പോഴൊക്കെ അബ്രഹാം യാത്ര ചെയ്തോ അവർ കൂടാരം നീക്കി നീക്കി അടിച്ചിടത്തെല്ലാം യാഗപീഠം പണിതെങ്കിൽ സോതോമിലേക്കുള്ള ഈ യാത്രയിൽ ഒഴിവാക്കപ്പെടുന്നത് യാഗപീഠമാണ്. Because the fertility had itself has a worshipping power for him, over him. അവിടെ ചെന്നു, he moved without an altar and he became a leader of that city. സോതോമിൻ്റെ നായകനായി. കാരണം സോതോമിൻ്റെ നഗരവാതിക്കലാണ് ലോത്തിരിക്കുന്നത്. സോതോമിൻ്റെ നഗരവാതിക്കൽ ഇരിക്കണമെങ്കിൽ സോതോമിലെ ഒരു സിറ്റിസൺ ആയിരിക്കണം. ആ സിറ്റിസൺ ആകണമെങ്കിൽ അവിടുത്തെ ലാൻഡ് ലോഡ് ആയിരിക്കണം, അവിടുത്തെ പവർ പൊസിഷൻ ഉണ്ടാകണം. ഹി ബിക്കെയിം എ ലീഡർ ഓഫ് സൊഡോം, കോംപ്രമൈസിങ് ഹിസ് ഫെയ്ത്ത്, വാല്യൂസ് ആൻഡ് കൾച്ചർ. അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസത്തെയും സംസ്കാരത്തെയും മൂല്യങ്ങളെയും സുഷുപ്തിയിലാക്കിക്കൊണ്ട് പുതിയ പട്ടണത്തിൻ്റെ നേതാവായി അദ്ദേഹം വാണു. He became rich. He became an accomplished leader, but ultimately lost his voice. അത് ഈ വേദഭാഗമൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. ബിക്കോസ് he fostered power relations, forgetting the values and culture. അത് ഞാൻ പറഞ്ഞു. ഈ സോതോമിൽ ഇയാൾ ആദ്യം വന്ന് താമസം ആരംഭിച്ചപ്പോൾ തന്നെ ഇയാളെ പിടിച്ചുകൊണ്ട് പോയി, ക്യാപ്റ്റീവായിട്ട് കൊണ്ടുപോയി. എന്നിട്ടും വീണ്ടും വന്ന് ആ സോതോമിൽ തന്നെ താമസിച്ചു. അത് മാത്രമല്ല, ഈ സോതോം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ താമസിച്ചത്. സോതോമിയുടെ സ്വഭാവം എന്താണ് എന്ന് തിരിച്ചറിയാതെ അല്ല അതിൻ്റെ പട്ടണവാതിക്കൽ അദ്ദേഹം ഇരുന്നത്. He knew fully well what kind of city that it is and still preferred to stay on. ഒന്ന് കൊണ്ടിട്ടും പഠിക്കാതെ പോയ ആളാണ് ലോത്ത്. ഒരു പ്രാവശ്യം പിടിച്ചുകൊണ്ടുപോയി. He was redeemed, but still he wants to cling on to Sodom and its power positions. തെറ്റുകളിൽ നിന്ന് വഴിമാറി നടക്കുന്നവരാണ് വിദ്വാൻമാർ. തെറ്റുകൾ ഉണ്ടായിട്ടും പഠിക്കാതെ പോകുന്നവരാണ് വിഡ്ഢികൾ. പ്രിയമുള്ളവരെ, നാമും ലോത്തിനെ പോലെ നേട്ടങ്ങളിലേക്ക് നോക്കി വെട്ടിപ്പിടിക്കാനുള്ള വ്യഗ്രതയിൽ ബന്ധങ്ങൾ കൈവിട്ട് കളഞ്ഞിട്ടുണ്ടോ? സംഘർഷമുണ്ടാകുമ്പോൾ ഉപേക്ഷിക്കേണ്ടത് സഹോദരനെയാണോ സമ്പത്തിനെയാണോ? മറ്റൊന്നും പരിഗണിക്കാതെ ഭൗതിക സമൃദ്ധി മാത്രം നോക്കി പുതിയ ദേശങ്ങളിലേക്ക് ചേക്കേറുന്നത് ലോത്തിൻ്റെ യുക്തിയിലാണോ? Lot gained treasures but lost testimony. He got all the treasures that he wanted, but he lost his testimony. As I said, he sought fertility but ended up in futility. He fractured fraternity, favored fertility, fostered power but ended up in futility, lost family and face. വിശദീകരിക്കുന്നില്ല. ലോത്തിൻ്റെ നോട്ടം നേട്ടങ്ങളിലേക്കാണ്. 2, ലോത്തിൻ്റെ ഭാര്യയുടെ നോട്ടം. ലോത്തിൻ്റെ നോട്ടം നേട്ടങ്ങളിലേക്കാണ്. ലോത്തിൻ്റെ ഭാര്യയുടെ നോട്ടം നഷ്ടങ്ങളിലേക്കാണ്. Lot is looking for gaining. Mrs. Lot is grieving. One is gaining, the other one is grieving. ലോത്തിൻ്റെ ഭാര്യയുടെ നോട്ടം നഷ്ടങ്ങളിലേക്കാണ്. ഒരു നിശബ്ദ കഥാപാത്രമാണ് ലോത്തിൻ്റെ ഭാര്യ. അവരുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. അവരെന്തെങ്കിലും ഒന്ന് മിണ്ടിയിരുന്നെങ്കിൽ എന്ന് ഈ വേദഭാഗം വായിക്കുമ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചു പോവാറുണ്ട്. ഒരുപക്ഷെ അബ്രഹാമും ലോത്തും തമ്മിൽ പിരിയേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഈ ലോത്തിൻ്റെ ഭാര്യ ഭർത്താവിനോട് ബന്ധങ്ങളാണ് നമുക്ക് വലുത്, ഇത് അപ്പൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നയാളാണ്
എന്ന് വസ്തുക്കളല്ല, ആ അപ്പൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആ മനുഷ്യനാണ് പ്രധാനമെന്ന് ഇവരൊന്നും മിണ്ടിയിരുന്നെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന എത്രയോ അമ്മമാർ, സഹോദരിമാർ അങ്ങനെ തങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള പല ഭവനങ്ങളിലും ആഭ്യന്തര കലഹം ഉണ്ടാകാതിരുന്നിട്ടുള്ളത്. ചിലയിടത്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലോത്തിൻ്റെ ഭാര്യയുടെ അനിയത്തിമാർ ഉണ്ടായിരുന്നു എന്നും അതിന് ഒരു പരിധി വരെ നമുക്ക് അർത്ഥം കണ്ടെത്തുകയും ചെയ്യാം. കണ്ണായ സ്ഥലം വേണം എന്ന് തീരുമാനിച്ചപ്പോൾ അത് നമുക്ക് വേണോ എന്നൊരു കുഞ്ഞ് ശബ്ദം അവർ പുറപ്പെടുവിച്ചിരുന്നെങ്കിൽ, സോദോമിലേക്ക് ചേക്കേറുന്നതിന് മുമ്പ് അവിടുത്തെ ചുറ്റുപാടുകൾ അറിഞ്ഞപ്പോൾ എത്ര സമൃദ്ധിയുള്ള സ്ഥലമാണെങ്കിലും നമുക്കവിടെ വേണ്ട, അവിടെ നിന്നുള്ള കല്യാണാലോചനകൾ വേണ്ട എന്ന് ഈ സ്ത്രീ ഒരു തലയണ മന്ത്രമെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ. കാരണം ഭവനങ്ങളുടെ വിശ്വാസ രൂപീകരണത്തിൽ, ബന്ധങ്ങളുടെ പരിപോഷണത്തിൽ നിശബ്ദമായെങ്കിൽ പോലും ശക്തമായി ഇടപെടാനുള്ള സാധ്യത ശ്രീമതി ലോത്തിന് അന്ന് ഉണ്ടായിരുന്നു. കാരണം അതിനു മുമ്പ് സാറായി ആ ഭവനത്തിൽ നിർവഹിച്ചിരുന്ന അധികാരം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഷീ കുഡ്, ബട്ട് ഷീ ഡിഡ്ന്റ്. ലോത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളെയും നീക്കങ്ങളെയും ഒരു വീണ്ടു വിചാരമോ വിമർശനമോ ഇല്ലാതെ പിന്തുടർന്ന ഒരാളായി നമുക്ക് ശ്രീമതി ലോത്തിനെ വായിച്ചെടുക്കാം. എന്നാൽ ലോത്ത് നീതിമാനും ലോത്തിൻ്റെ ഭാര്യ കുറ്റക്കാരിയും എന്ന് അടച്ചാക്ഷേപിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അല്ലെങ്കിൽ നമുക്കൊരു വിചാരമുണ്ട്, മിസ്സസ് ഹവ്വായും ശ്രീമതി ലോത്തും സാറായും ഒക്കെയാണ് ഏറ്റവും വലിയ കുഴപ്പക്കാർ, പുരുഷന്മാരെല്ലാം നീതിമാന്മാരാണ് എന്ന വായന സ്ത്രീവിരുദ്ധമാണ് എന്നാണ് എൻ്റെ വിചാരം. അതുപോലെ തന്നെ സോദോം വിട്ടുപോകാൻ ശ്രീമതി ലോത്തിന് മാത്രമല്ല വൈഷമ്യം ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാം. ലോത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാം. ഒടുവിൽ ദൂതന്മാർ വന്ന് പിടിച്ചു പോകത്തക്കവണ്ണം പിടിച്ചുകൊണ്ട് ബലാത്കാരമായി പോയത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ലോത്തിന് മാത്രമല്ല, ശ്രീമതി ലോത്തിന് മാത്രമല്ല ഈ സോദോമിനോട് താല്പര്യം ഉണ്ടായിരുന്നത്, ലോത്തിനും താല്പര്യം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണാം. അങ്ങനെ ശ്രീമതി ലോത്തിനെ മാത്രം മോശക്കാരിയാണെന്ന് താറടിക്കാൻ നമുക്ക് പറ്റില്ല. അവർ മാത്രമാണ് ഏറ്റവും വലിയ വിഷമം ചെയ്തത് എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. പക്ഷേ എവിടെയാണ് ശ്രീമതി ലോത്തിന് കുറവ് സംഭവിച്ചത്? അവരെക്കുറിച്ച് നമുക്ക് വളരെ സഹാനുഭൂതി തോന്നും. അവർ ഏറെക്കാലം പാർത്തതും ബന്ധങ്ങളുണ്ടായതും ഉള്ള ചുറ്റുപാടുകളെ ഒരു പ്രകൃതി ദുരന്തം എന്ന പോലെ ഈ തീ വന്ന് ദഹിപ്പിച്ചപ്പോൾ ഹൃദയമുള്ള ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിപ്പോയാൽ അതിലെന്തെങ്കിലും പന്തികേട് പറയാനുണ്ടോ? പക്ഷേ സംഭവിച്ചത്, ദൈവം കഷ്ടപ്പെട്ട് കരുണ തോന്നി നിർബന്ധിച്ച് രക്ഷിക്കാൻ നോക്കുമ്പോഴും, ദൈവം സ്വന്തം കൈകൊണ്ട് പിടിച്ച് പുതിയൊരു വഴിയിലേക്ക് നടത്താൻ നോക്കുമ്പോഴും, പുതിയ ഒരു ദിശ കാണിക്കുമ്പോഴും പഴയ ജീവിതത്തിലേക്ക് നോക്കുന്ന ഒരു അടയാളമായി ലോത്തിൻ്റെ ഭാര്യ മാറുകയാണ്. ദൈവം ദൂതന്മാർ മൂലം പറയുന്നത് സേവ് യുവർ ലൈഫ്, നിന്റെ ജീവൻ രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ, when they were saying save your life, she was looking at the life savings. സേവ് യുവർ ലൈഫ് എന്ന് പറയുമ്പോൾ ലൈഫ് സേവിങ്സിലേക്കാണ് ശ്രീമതി ലോത്ത് നോക്കുന്നത്. ദൈവം കൈപിടിച്ച്, ദൈവദൂതന്മാർ കൈപിടിച്ച് ഓടുമ്പോഴും ദൈവം നോക്കുന്ന ദിശയ്ക്ക് എതിരായ ദിശയിലേക്കാണ് അവരുടെ കണ്ണും നോട്ടവും അവരെ പുറകോട്ട് വലിക്കുന്നത്. ലോത്തിൻ്റെ ഭാര്യ നോക്കിയത് നഷ്ടങ്ങളിലേക്കാണ്. what she had lost in her life. She is trying to live in her past. She is glamorizing what she is losing. നഷ്ടത്തിൻ്റെ കണക്കെടുപ്പിൽ സ്തംഭിച്ചു പോകാവുന്ന ഒരു ജീവിതത്തിൻ്റെ അടയാളമായി ഈ ലോത്തിൻ്റെ ഭാര്യ മാറുകയാണ്. കത്തിയെരിയുന്ന വീടുകളിലും വസ്തുവകയിലും സമ്പത്തിലും നിക്ഷേപിച്ചവർ. ഈ സ്ത്രീ തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി എന്ന് പറയുന്നത് ആലങ്കാരികമായി പറഞ്ഞാൽ ഒരുപക്ഷെ ദുഃഖം ഘനീഭവിച്ച് അവർ ഉറഞ്ഞുപോയി എന്ന് നമുക്ക് വിചാരിക്കാം. എന്നാൽ
ദൈവത്തെക്കാൾ അധികം പ്രാധാന്യം അവരുടെ ദുഃഖത്തിന് കൊടുത്തപ്പോൾ അവർ പ്രതിമയായിപ്പോയി. Her grief had overtaken the words of God. Her grief had overtaken the directions of God. When the grief took over preceding God, she became a stone. അവളുടെ ദുഃഖം ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യമായപ്പോൾ അവൾ പ്രതിമയായി. ദൈവം ദുഃഖത്തെക്കാൾ അധികം പ്രാധാന്യമുള്ളതാകുമ്പോൾ പ്രതിഭകൾ ഉണ്ടാകും. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ദുഃഖം ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം നേടുമ്പോൾ നമ്മൾ പ്രതിമകളാകും. ദൈവം ദുഃഖത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം നേടുമ്പോൾ നമ്മൾ പ്രതിഭകൾ ആകും. ദ ക്വസ്റ്റ്യൻ ഈസ്, നമുക്ക് പ്രതിമയാകണോ പ്രതിഭയാകണോ എന്നത് നമ്മുടെ നഷ്ടങ്ങളിലെക്കുറിച്ചുള്ള നോട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നാം നിശ്ചേതനമാകണോ സചേതനമാകണമോ എന്ന് നോക്കുന്നത് നാം നമ്മുടെ നഷ്ടങ്ങളെ എങ്ങനെ നോക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. She became a captive of her past life. കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ തടങ്കലിൽ പെട്ടുപോയവളായി അവൾ പരിണമിച്ചു. ദൈവത്തിൻ്റെ സംരക്ഷണവും പരിരക്ഷയും കാരുണ്യവും അനർഹമായി ലഭിച്ചപ്പോഴും ദൈവഹിതത്തിന് പുറംതിരിയുന്ന ഒരാളായി അവർ മാറി. അങ്ങനെ മാറുന്ന ആരുടെയും ചലനാത്മകത നഷ്ടപ്പെടും. സഭയുടെ ചലനാത്മകത നഷ്ടപ്പെടും. സംഘടനകളുടെ ചലനാത്മകത നഷ്ടപ്പെടും. ദൈവം കൈപിടിച്ച് നടത്തുമ്പോഴും നോക്കാൻ അനുവാദമില്ലാത്ത ഇടത്തേക്കുള്ള കണ്ണിൻ്റെ കുതിറിച്ചകളിൽ അവൾ വീണുപോയി. നമ്മൾ പറയും, ഷീ മേ ഹാവ് ബീൻ ഐഡൻറ്റിഫൈങ് വിത്ത് സോദോം. ഇഫ് ദാറ്റ് വാസ് ദ കേസ്, ഷീ കുഡ് ഹാവ് സ്റ്റേയ്ഡ് ഓൺ. ഞാൻ ഈ ജനത്തിൻ്റെ കൂടെ കഷ്ടത അനുഭവിച്ചോളാം, ഞാൻ ഇവിടെ നിന്നോളാം എന്നൊന്നും ശ്രീമതി ലോത്ത് പറഞ്ഞില്ല. സോദോമിൽ നിന്ന് ദൈവം രക്ഷിച്ചതിൽ ലോത്തിൻ്റെ ഭാര്യയും സന്തോഷിച്ചതാണ്. എന്നാൽ ദൈവഹിതം പാലിക്കാൻ മനസ്സ് കാട്ടാതെ പോയി. ഷീ എൻജോയ്ഡ് God's protection and providence, but refused to proceed in His ways. She received the protection and providence, but refused to proceed in His ways because she was possessed by her possessions. നിന്റെ കൈകളിൽ കളിമണ്ണായിരിക്കുമ്പോൾ പോലും ഞാൻ ബാക്കി എന്താണ്? നിന്റെ കൈകളിൽ കളിമണ്ണായിരിക്കുമ്പോൾ പോലും ഞാൻ തിരുഹിതം മറന്നുപോയി. Even when you are holding my hand, my direction is not in sync with your directions. നിന്റെ കൈകളിലിരിക്കുമ്പോഴും നിന്റെ ഹിതം മറന്നു പോകുന്നയാളായി ശ്രീമതി ലോത്ത് അടയാളപ്പെടുകയാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ലോത്തിൻ്റെ നോട്ടം നേട്ടങ്ങളിലേക്കാണ്, ലോത്തിൻ്റെ ഭാര്യയുടെ നോട്ടം നഷ്ടങ്ങളിലേക്കാണ്, ലോത്തിൻ്റെ മക്കളുടെ നോട്ടം നിലനിൽപ്പിലേക്കാണ്. ലോത്തിൻ്റെ മക്കൾ, they are not bothered about salvation or savings. They are only bothered about their survival. നിലനിൽപ്പിന് വേണ്ടി നിലപാടുകൾ ഇല്ലാതെ പോയ തലമുറയുടെ അടയാളമായി ഈ മക്കൾ നിൽക്കുകയാണ്. അവരെ പഴിചാരുന്നതിന് ന്യായമുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ കൊച്ചുങ്ങളെ സോദോമിൽ കൊണ്ടുപോയി വളർത്താൻ അവരാവശ്യപ്പെട്ടതല്ല. ഈ നീരോട്ടം കണ്ടപ്പോൾ ലോത്ത് വിചാരിച്ചത് ഇത് പശുവിനെയും കാളയും പോറ്റാൻ പറ്റിയ സ്ഥലമാണെന്നാണ്. അങ്ങനെ പശുവിനെയും കാളയും പോറ്റാൻ പറ്റിയ സ്ഥലത്ത് കൊണ്ടുപോയി പിള്ളേരെ വളർത്തിയാൽ എന്ത് സംഭവിക്കും? അവരെ സോദോമിൽ കൊണ്ടുപോയി വളർത്തിയത് അവരുടെ കുറ്റമല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെയുള്ള സംസ്കാരം, അവിടെയുള്ള ആളുകളുടെ ജീവിത മൂല്യം അറിയാഞ്ഞിട്ടല്ല ലോത്തും ഭാര്യയും ഈ കുഞ്ഞുങ്ങൾക്ക് അവിടെ കല്യാണാലോചന നടത്തിയത്. അതവരുടെ കുറ്റമാണോ?
ചില നേരത്തെ ഈ വേദഭാഗം വായിക്കുമ്പം ഈ ലോത്തെന്നത് പകരം പോത്തെന്ന് വായിച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പോത്തും പോത്തിയും, പിന്നെ പോത്ത് വഴക്കുണ്ടാക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മളത് ചെയ്യാതിരിക്കുന്നത്. What were their consideration of moving to this new place just by thinking that this grass will enable their cows and ox to grow, but not their children? അവരുടെ തീരുമാനങ്ങളുടെ പിറകിൽ ഈ കുഞ്ഞുങ്ങളുടെ ശിക്ഷണമോ വളർച്ചയോ ഭാവിയോ എന്തുമാത്രം പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്? നമ്മുടെ ഓരോ തീരുമാനങ്ങളുടെയും പിറകിൽ കുഞ്ഞുങ്ങളുടെ ഭാവിയും ശിക്ഷണവും എന്തുമാത്രം പരിഗണിക്കപ്പെടുന്നുണ്ട്? കൊച്ചുങ്ങൾക്ക് കന്നുകാലികളുടെ പോലും പരിഗണന കൊടുക്കാത്ത അമ്മയപ്പന്മാർ ഉള്ളിടത്ത് എങ്ങനെയാണ് പുതിയ തലമുറ മെച്ചമായി വളരാൻ സാധിക്കുന്നത്? അത് മാത്രമല്ല, കിട്ടിയത് കൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന ഒരു പരിശീലനം വേറെ ആരായി മക്കൾക്ക് കൊടുത്തത്? ഒരു പ്രതിസന്ധി വന്നു, ആളുകൾ വന്ന് വീട് വളഞ്ഞു, അതിഥികളായി വന്ന ദൈവദൂതന്മാരെ ഭോഗിക്കാൻ, പുരുഷന്മാരെ ഭോഗിക്കാൻ ചുറ്റും ആളുകൾ വന്നുകൂടി. നല്ല അപ്പന്മാരാണ് എന്തോ ചെയ്യും? മാന്യരായ അപ്പന്മാരാണ് വെളിയിൽ നിന്നിട്ട് പറയും, നിങ്ങൾക്ക് എന്നെ എന്തും ചെയ്യാം, പക്ഷേ എൻ്റെ വീട്ടിനെയും എൻ്റെ വീട്ടിൽ വന്ന മാന്യന്മാരെയും സംരക്ഷിക്കണം. പക്ഷേ മിസ്റ്റർ ലോത്ത് ഇറങ്ങി നിന്നിട്ട് പറയാണ്, പുരുഷന്മാരെ അന്വേഷിച്ച് വന്ന ആളുകളോട് പറയാണ്, പുരുഷൻ തൊടാത്ത 2 കന്യകമാരുണ്ട്, അവരെ ഭോഗിച്ചു. സ്വന്തം മക്കളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഭോഗവസ്തുവാക്കി ഇറക്കി വിടാൻ ആരംഭിച്ചവനെ മക്കൾ ഭോഗിച്ചു. ചങ്കിൽ കൊള്ളുന്ന വാക്കുകളാണ് വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. When he reduced his children to be consumer objects, they consumed him in the end. തൻ്റെ മാന്യതയ്ക്കും തൻ്റെ കാര്യം സംരക്ഷിക്കാനും മറ്റുള്ളവരെ കളിപ്പാവയാക്കാനും കളിപ്പാട്ടമാക്കാനും വിചാരിച്ചവനെ അവർ വെറും കളിപ്പാട്ടമാക്കി മാറ്റി. He became only a toy. എന്നാൽ ലോത്തിൻ്റെ മക്കൾക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാമോ? ന്യായീകരണമൊക്കെ പറയാം, പക്ഷെ ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാമോ? കാരണം അവർ ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിച്ചവരാണ്, അവർ ദൈവത്തെ അനുസരിച്ചവരാണ്, അവർ തിരിഞ്ഞു നോക്കാത്തവരാണ്, തിരിഞ്ഞു നോക്കിയതിൻ്റെ തിക്തഫലം കണ്ടവരാണ്. ദൈവഹിതത്തെ ധിക്കരിച്ച് ഇത് കളിയാണെന്ന് പറഞ്ഞ അവരുടെ പ്രതിശ്രുത വരന്മാർ ചാമ്പലായിപ്പോയി എന്നത് വിയോഗ വിവരം അറിഞ്ഞവരാണ്. They received God's privileged protection. The past had given them enough reasons to take note of God, but they did not trust their future with God. അവരുടെ ഭാവി ഈ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ അവർ വിസമ്മതിച്ചു. The past was good. The past was providential. And they had witnessed all the glorious interventions of gracious God. But they were not candid enough to confidently trust their lives and future with the Lord. അവർ ഫ്യൂച്ചറിനെ ഡിസൈൻ ചെയ്തത് ഫെയ്ത്ത് വെച്ചും ഗോഡ് വെച്ചുമല്ല, സെൽഫ് ഡിസൈനിങ് ആണ്. ആൻഡ് സർവൈവൽ ഈസ് ദ കീ. ദേ ആർ ഡിസൈനിങ് ദർ ഫ്യൂച്ചർ. അവർക്കില്ലാതെ പോയത് വിശ്വാസമാണ്. അവരെ സംരക്ഷിച്ച ദൈവത്തെക്കാൾ അവർ പ്രധാനമായി കണ്ടത് അവരുടെ സർവൈവലാണ്. അപ്പനെ വെറും ഒരു ബീജദാതാവായി, ഒരു രാത്രിയിലെ ഇണചേരുന്ന വസ്തുവായി പരിണമിച്ചതിലൂടെ ലൈംഗികതയൊക്കെ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലോ വിശുദ്ധ വിചാരങ്ങളുടെ മേഖലയിലോ അല്ല, വെറും ഒരു ജൈവിക സാധ്യത മാത്രമാക്കി പരിണമിച്ചത് ഇന്നത്തെ ന്യൂജൻ അല്ല, ലോത്തിൻ്റെ ജനമാണ്. യാന്ത്രിക ഉപഭോഗ സംസ്കാര മുദ്രണം പേറുന്ന ഒരു തലമുറയുടെ പ്രതിനിധികൾ. ബിക്കോസ് ഫോർ ദം they did not have much testimony. How do they trust when they didn't have the testimony from the people around? Even when they had the testimony of a stone, of a person becoming a stone, they refused to see the future with the Lord and have taken the future into their hands.
പ്രിയമുള്ളവരെ, നമ്മൾ കണ്ടത് ലോത്തിൻ്റെ നോട്ടം, ലോത്തിൻ്റെ ഭാര്യയുടെ നോട്ടം, ലോത്തിൻ്റെ മക്കളുടെ നോട്ടം. ലോത്ത് നോക്കിയത് നേട്ടങ്ങളിലേക്ക്, ലോത്തിൻ്റെ ഭാര്യ നോക്കിയത് നഷ്ടങ്ങളിലേക്ക്, ലോത്തിൻ്റെ മക്കൾ നോക്കിയത് നിലനിൽപ്പിലേക്ക്. നമ്മൾ നോക്കേണ്ടത് നേട്ടങ്ങളിലേക്കല്ല, നഷ്ടങ്ങളിലേക്കല്ല, നിലനിൽപ്പിനല്ല. നമ്മൾ നോക്കേണ്ടത് നിത്യജീവനാണ്. സമയം അവസാനിച്ചു, അത് നാളെ ഞാൻ പറയാം. ജീസസ് സെഡ് ബിവെയർ. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ സംഭവിക്കും. നിന്റെ നോട്ടങ്ങൾ ലോത്തിൻ്റെ കാലത്തേതിൽ നിന്ന് മാറിയില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടും. മനുഷ്യപുത്രൻ്റെ നാളിൽ ജീവൻ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ കർത്താവിലേക്ക് നോക്കണം, മനുഷ്യപുത്രനിലേക്ക് നോക്കണം. കാരണം ആ നോട്ടമാണ് ജീവനുണ്ടാക്കുന്ന നോട്ടം.